എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. വെളിച്ചവും ഇരുട്ടും, നല്ലതും ചീത്തയും, പോസിറ്റീവും നെഗറ്റീവും, ഇതുപോലുള്ള ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പോലെ തന്നെ ഈ രണ്ട് ഗുണങ്ങളും നമ്മളുടെ ജീവിതത്തിൽ മാറി മാറി വരുന്നുണ്ട്. ഇത് നമ്മളുടെ സ്വന്തം കർമ്മങ്ങൾ മൂലമോ മറ്റുള്ളവരുടെ നിഷേധാത്മക ചിന്തകൾ വഴിയോ സംഭവിക്കാം. ഒരു വ്യക്തിയുടെ രൂപം, വളർച്ച, സമ്പൽ സമൃദ്ധി, മനസമാധാനം എന്നിവയെ നശിപ്പിക്കുന്ന ചിന്താ പ്രക്രിയയാണ് കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് വീടിനുള്ളിൽ കുടുംബാംഗങ്ങൾ തമ്മിലും ബന്ധുക്കളുമായും നിരന്തരമായി വഴക്കുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകുന്നത്. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം വ്യക്തമാകും. ഓരോ ചെറിയ സംഭവത്തിനും പ്രതികരണമായി കുടുംബാംഗങ്ങളിൽ പലരും ക്രമരഹിതമായി അല്ലെങ്കിൽ യുക്തിരഹിതമായി അല്ലെങ്കിൽ പ്രവചനാതീതമായ രീതിയിലായിരിക്കും നിങ്ങളോട് പ്രതികരിക്കുന്നത്. മറ്റൊന്നാണ്, നിങ്ങൾ ആഗ്രഹിച്ച നേട്ടങ്ങളും വിജയവും നേടുന്നത് എത്ര ശ്രമിച്ചാലും നടക്കാത്ത ഒരു അവസ്ഥയായി മാറുന്നത്. നിങ്ങൾക്ക് എപ്പോഴും അമിതമായ ക്ഷീണം തോന്നുക, ശ്രദ്ധയോ പ്രചോദനമോ ഇല്ലാതിരിക്കുക, ശരിയായി ചിന്തിക്കാൻ കഴിയാതിരിക്കുക, നെഗറ്റീവ് ചിന്തകൾ മാത്രം മനസ്സിൽ വരിക, നല്ല അവസരങ്ങൾ ലഭിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവ നഷ്ടപ്പെട്ടു പോവുക, കുടുംബാംഗങ്ങൾക്കിടയിൽ മാറി മാറി അസുഖങ്ങൾ വരിക, ഇവയെല്ലാം നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ വീട്ടിലും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യമുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന് പരിഹാരമായി ഒരുപാട് പണം ചെലവാക്കിയുള്ള പല കർമ്മങ്ങളും വിശ്വാസങ്ങൾക്കനുസരിച്ച് പലരും ചെയ്യാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇത്തരം നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മളുടെ വീടിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ലളിതവും എന്നാൽ പണച്ചെലവില്ലാത്തതുമായ ചില മാർഗങ്ങളെക്കുറിച്ചാണ്. കുറച്ചു ദിവസം ഇവ ചെയ്തു നോക്കി ഗുണമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പണച്ചെലവുള്ള കർമ്മങ്ങളിലേക്ക് കടക്കുക. ഇനി പറയുന്ന ഏത് കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് പോസിറ്റീവ് തിങ്കിങ്ങിനാണ്. നെഗറ്റീവ് ഊർജത്തിൻ്റെ സ്വാധീനം നമ്മളിലും നെഗറ്റീവായ ചിന്തകളും കർമ്മങ്ങളും വർദ്ധിപ്പിക്കാൻ കാരണമാകും. പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സ്വഭാവം നിലവിലുള്ള പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇതൊരു പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ഭാവി, നല്ലൊരു ജീവിതം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിലുണ്ടാകാൻ ശ്രമിക്കുക. ക്രമേണ നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം കുറയുകയും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും ചെയ്യും. നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും പുരാതനവും ലളിതവും പ്രായോഗികവുമായ ഒരു മാർഗമാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. പണ്ട് മുതലേ ഉപ്പിനെ ഒരു ശുദ്ധീകരണ ഏജന്റായിട്ടാണ് കണക്കാക്കുന്നത്. ചെറിയ അളവിൽ കല്ലുപ്പെടുത്ത് ചെറിയ പാത്രങ്ങളിലാക്കി വീടിൻ്റെ മുൻഭാഗം, പ്രധാന മുറികൾ എന്നിവയുടെ മൂലകളിൽ വെക്കുന്നത് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും എന്നാണ് വിശ്വാസം. 2-3 ദിവസങ്ങൾക്ക് ശേഷം ഈ ഉപ്പുകല്ലെടുത്ത് പുറത്ത് കളയുന്നത് നെഗറ്റീവ് എനർജിയെ കുറയ്ക്കും. നിങ്ങൾക്ക് വളരെയധികം ക്ഷീണവും അസ്വസ്ഥതകളും തോന്നുന്നുണ്ടെങ്കിൽ കല്ലുപുട്ട വെള്ളത്തിൽ കുളിക്കുന്നത് വളരെയധികം ആശ്വാസം നൽകും. ഇന്ത്യയിലെ പല സംസ്കാരങ്ങളിലും ഗ്രാമ്പുവിന് നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷണം നൽകാനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുമാത്രമല്ല, ഒരു വീട്ടിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ തിന്മകളുടെ അല്ലെങ്കിൽ ഹാനികരങ്ങളായ നെഗറ്റീവ് നിഷേധാത്മക ശക്തികളുടെ ഊർജങ്ങളെ പുറന്തള്ളാനുള്ള കഴിവും ഗ്രാമ്പുവിനുണ്ട്. ഗ്രാമ്പു കത്തിച്ച് പുക പരത്തുകയും വീട് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് പോസിറ്റീവ് വൈബ്രേഷൻസിനെ നിലനിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന മന്ദഗതിയിലുള്ള നെഗറ്റീവ് ഊർജത്തിനെ അകറ്റുവാൻ മണി, ശംഖ് അതുപോലെയുള്ള ശുഭകരമായ ശബ്ദങ്ങളെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കെട്ടിക്കിടക്കുന്ന അനാരോഗ്യകരമായ വായുവിനെ പുറന്തള്ളുന്നതും ശുദ്ധവായുവിന് വീടിനുള്ളിൽ കയറി ഇറങ്ങി പോകാനുള്ള അവസരം കൊടുക്കുന്നതും. വീട്ടിലെ ഫർണിച്ചർ, വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവയെല്ലാം അടുക്കും ചിട്ടയോടും കൂടി സൂക്ഷിക്കുകയും ഉപ്പുവെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ചെയ്യുന്നത് പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്താൻ നിങ്ങളെ സഹായിക്കും. മനസ്സിന് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന വിചിത്രമായ കലാരൂപങ്ങളെയും കലാസൃഷ്ടികളെയും നീക്കം ചെയ്യുക. കുടുംബ വൈരാഗ്യം, വിലാപം, വഴക്കുകൾ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന പെയിന്റിങ്ങുകൾ, കലാരൂപങ്ങൾ എന്നിവയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി കൂടുതൽ ശക്തമാകും. വിചിത്രമായ സ്മാരകങ്ങളും പുരാവസ്തുക്കളും നിങ്ങളുടെ വീടിന് നെഗറ്റീവ് അന്തരീക്ഷമാണ് നൽകുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണം.
ഇത് കാലൊടിഞ്ഞ കസേര മുതൽ ചെറിയ പേന വരെയാകാം. വീട്ടിൽ നിന്നും നെഗറ്റീവ് ഊർജത്തിനെ പുറന്തള്ളി പോസിറ്റീവ് വൈബ്രേഷൻ നിറയ്ക്കാൻ സാധിക്കുന്ന ചില സസ്യങ്ങളുണ്ട്. ലക്കി ബാംബു പോലെയുള്ള സസ്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് നിഷേധാത്മക ചിന്തകളെയും തിന്മകളെയും അകറ്റാനും പോസിറ്റീവായ അന്തരീക്ഷം നിലനിർത്താനും സഹായിക്കും. ഈ വിശ്വാസങ്ങൾക്കെല്ലാം ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ലായിരിക്കാം, പക്ഷേ ഇവയെല്ലാം നിരവധി തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും നമ്മളുടെ സംസ്കാരത്തിൽ വേരൂന്നുകയും ജനപ്രിയമാകുകയും ചെയ്ത മാർഗങ്ങളാണ്. പ്രാരംഭഘട്ടത്തിൽ ഇവയെല്ലാം കുറച്ചു ദിവസം ചെയ്തു നോക്കിയിട്ടും ഫലം കാണുന്നില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിയാവുന്നതാണ്. നന്ദി, നമസ്കാരം.